തിരുവാണിയൂരിൽ കൊല്ലപ്പെട്ട 4 വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് കൂടുതലും സൗഹൃദം കൊച്ചു കുട്ടികളോടെന്ന് പറയുന്നു. കുട്ടികൾക്ക് മധുരവും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി നൽകുന്നത് ഇയാളുടെ പതിവ് സ്റ്റൈലാണ്. മറ്റു കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ശ്യാംകുമാർ ചേരുന്നു. ഇയാൾക്ക് ഒരുപാട് വൈകൃതങ്ങളുള്ള പ്രതിയാണ് എന്നാണല്ലോ ശ്യാം തിരിച്ചറിവുണ്ടാകുന്നത്. പറയും. തീർച്ചയായും. കാരണം ഇന്നലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന മുൻപ് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ ഫോണിൽ നിരവധി അശ്ലീല വീഡിയോകൾ സൂക്ഷിച്ചത് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വീഡിയോകൾ കണ്ട ശേഷമാണ് ആ കുട്ടിയെ പോലും ഇയാൾ ഉപദ്രവിച്ചത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ പോലീസ് നാട്ടുകാരോട് ഇയാളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് കൂടുതലും ഈ സൗഹൃദം കൊച്ചു കുട്ടികളുമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. കൊല്ലപ്പെട്ട കുട്ടിയുടെ സമാന പ്രായക്കാരോ അതിന് തൊട്ടുമുകളിലുള്ള പ്രായക്കാരോ ഉള്ള ആ കുട്ടികളുമായിട്ടാണ് ഇയാളുടെ സൗഹൃദം. അത്തരം കുട്ടികൾക്ക് മിഠായിയും കളിപ്പാട്ടങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇയാളുടെ ഒരു പതിവാണ് എന്നും പറഞ്ഞു. അതൊക്കെ അന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ കരുതിയിരുന്നത് ഈ കുട്ടികളോടുള്ള സ്നേഹം കാരണമെന്നാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായി ഈ പ്രതി അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇതിൽ ചില സംശയങ്ങൾ നാട്ടുകാരും പോലീസിനെ അറിയിക്കുകയും പോലീസ് ആ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇയാളുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അതിനുള്ള ശ്രമമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്നുള്ളതാണ് പോലീസും കണ്ടെത്തുകയും നാട്ടുകാർ പോലീസിനോട് പറയുകയും ചെയ്തത്. അധികം ആളോടും സംസാരിക്കാറില്ല, മിക്കവാറും മിണ്ടാതെ നടക്കും. അങ്ങനെ സംസാരം കൂടുതലുള്ളത് കുട്ടികളോട് മാത്രമാണ് എന്നുള്ളതാണ് നാട്ടുകാരും പറഞ്ഞിരുന്നത്. ഏതായാലും ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.